ലഡാക്കിന്റെ അവകാശങ്ങൾക്കായി പൊരുതുന്ന പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചുക്കിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. 2025 ദേശീയ സുരക്ഷാ നിയമം ചുമത്തി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ ഗീതാഞ്ജലി സുപ്രീം കോടതിയെ സമീപിച്ച് പറഞ്ഞിരിക്കുന്നത് സർക്കാർ സോനം വാങ്ചുക്കിനെതിരെ ഉണ്ടെന്ന് പറയുന്ന തെളിവുകൾ ഒന്നും അദ്ദേഹത്തെ കാണിച്ചിട്ടില്ല എന്ന ഗൗരവകരമായ ആരോപണമാണ്. എന്താണ് സോനം വാങ്ചുക് കേസ്? എന്തിനാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്? നമുക്ക് കൂടുതൽ പരിശോധിക്കാം. വാങ്ചുക്കിന് വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരായത് മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബലായിരുന്നു. വാങ്ചുക്കിനെ തടങ്കിലാക്കാൻ കാരണമായി അധികൃതർ പറയുന്ന 4 വീഡിയോ ദൃശ്യങ്ങളെ കുറിച്ചാണ്. എന്നാൽ ഈ വീഡിയോകൾ വാങ്ചുക്കിനെ കാണിച്ചു കൊടുത്തിട്ടില്ലെന്ന് കപിൽ സിബൽ കോടതിയിൽ വാദിച്ചു. DIG ലാപ്ടോപ്പുമായി വന്ന് വീഡിയോ കാണിച്ചു എന്നാണ് സർക്കാർ പറയുന്നത്. എന്നാൽ വാങ്ചുക്കിന് നൽകിയ ലാപ്ടോപ്പിൽ ഈ വീഡിയോകൾ ഉണ്ടായിരുന്നില്ല. പെൻഡ്രൈവിലെ വെറും തംബ്നെയിലുകൾ മാത്രമാണ് അദ്ദേഹത്തിന് കാണാൻ സാധിച്ചത്. അത് ക്ലിക്ക് ചെയ്യാനോ വീഡിയോ കാണാനോ സാധിച്ചിട്ടില്ല. ഒരു വ്യക്തിയെ തടങ്കലിൽ വയ്ക്കുമ്പോൾ അതിനുള്ള കാരണങ്ങളും തെളിവുകളും കൃത്യമായി നൽകേണ്ടത് ഭരണഘടനാപരമായ കടമയാണെന്നും സിബൽ ഓർമ്മിപ്പിച്ചു. എന്നാൽ സർക്കാരിന് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ M നടരാജ് ഇതിനെയെല്ലാം നിഷേധിച്ചു. DIG വ്യക്തമായ വീഡിയോകളെല്ലാം വാങ്ചുക്കിനെ കാണിച്ചു എന്നാണ് അദ്ദേഹം കോടതിയിൽ പറഞ്ഞത്. ഇതിനുശേഷം DIGയും വാങ്ചുക്കും തമ്മിൽ നടന്ന സംഭാഷണത്തിന്റെ വീഡിയോ ദൃശ്യങ്ങളുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിന് പിന്നാലെ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത മറ്റൊരു വാദം ഉന്നയിച്ചു. വാങ്ചുക്കിന്റെ പ്രസംഗങ്ങളുടെ വിവർത്തനം തെറ്റാണെന്ന വാദത്തിന് മറുപടി നൽകാൻ സമയം വേണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. ഏകദേശം 40 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ ഉണ്ടെന്നും അതിന്റെ വിവർത്തനത്തിൽ വ്യക്തത വരുത്തേണ്ടതുണ്ടെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു. ജസ്റ്റിസുമാരായ അരവിന്ദ് കുമാർ, പ്രസന്ന ബി വരാലെ എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എല്ലാം ഉള്ള കാലത്ത് വിവർത്തനമെല്ലാം കൃത്യമായിരിക്കണമെന്ന് കോടതി നേരത്തെ തന്നെ നിരീക്ഷിച്ചിരുന്നു. സർക്കാരിന്റെ തെളിവുകളെ കുറിച്ചും അത് വാങ്ചുക്കിന് ലഭ്യമാക്കാത്തതിനെ കുറിച്ചും കോടതി ഗൗരവത്തോടെയാണ് കാണുന്നത്. തെളിവുകൾ നൽകാൻ അധികം സമയം വേണമെന്ന സർക്കാരിന്റെ വാദത്തെ കപിൽ സിബൽ എതിർത്തു. എന്നാലും ഈ കേസ് ഇപ്പോൾ ഫെബ്രുവരി 23 മാറ്റിവെച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് വാങ്ചുക്കിനെതിരെ NSA ചുമത്തിയത്? ലഡാക്കിന് സംസ്ഥാന പദവിയും ഭരണഘടനയുടെ 6ാം ഷെഡ്യൂൾ പ്രകാരമുള്ള സംരക്ഷണവും ആവശ്യപ്പെട്ട് നടന്ന പ്രതിഷേധങ്ങൾ അക്രമാസക്തമായതിനെ തുടർന്നാണ് നടപടി. ഈ അക്രമങ്ങൾക്ക് പ്രേരിപ്പിച്ചത് വാങ്ചുക്കാണെന്നാണ് സർക്കാർ ആരോപിക്കുന്നത്. എന്നാൽ അറബ് വസന്തം പോലെ സർക്കാരിനെ അട്ടിമറിക്കാൻ താൻ ശ്രമിച്ചിട്ടില്ലെന്നും പ്രതിഷേധം സമാധാനപൂർവ്വമായി നടത്താനുള്ള അവകാശം തനിക്കുണ്ടെന്നുമാണ് അദ്ദേഹം കോടതിയിൽ വ്യക്തമാക്കിയത്. ഒരു രാജ്യസുരക്ഷാ നിയമം ഉപയോഗിച്ച് ഒരാളെ തടവിലാക്കുമ്പോൾ അത് കൃത്യമായ നടപടിക്രമങ്ങൾ പാലിച്ചാണോ എന്ന് പരിശോധിക്കുകയാണ് സുപ്രീം കോടതി ഇപ്പോൾ. ഫെബ്രുവരി 23 സുപ്രീം കോടതി എന്ത് തീരുമാനമെടുക്കും എന്നത് ലഡാക്കിനും നമ്മുടെ ജനാധിപത്യത്തിനും നിർണായകമാണ്.